നമസ്കാരം. ഇപ്പോൾ നമ്മളൊരു വാർത്ത ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സിലാണ് എൻ്റെ മുമ്പിലാണുള്ളത്. ഇത് കാണുന്നില്ലേ, ഇതൊക്കെ പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സാണ്. ഇത് കണ്ടില്ലേ, കാട് കയറിയിട്ടൊരു പ്രേതാലയം പോലെയുണ്ട് ഇത് കാണുമ്പോൾ. കാരണം നിരവധി കുടുംബങ്ങൾ, കുട്ടികളടക്കം ഇവിടെ താമസിക്കുന്നുണ്ട്. സമീപവാസി ഇതിനകത്ത് പാമ്പുകളടക്കമുള്ള പല ക്ഷുദ്രജീവികളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇതിലൊക്കെ താമസക്കാരുള്ളതാണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ ഈ ക്വാർട്ടേഴ്സ് എടുത്തതിന് ശേഷം, നിർമ്മാണം പൂർത്തിയായതിനു ശേഷം പുനർനിർമ്മാണ പ്രവർത്തനം, മെയിൻ്റനൻസ് പണികളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഇതിൽ കാട് മൂടി കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ചുറ്റും സമീപത്തുള്ളവർക്കൊക്കെ തന്നെ ഇത് പ്രശ്നങ്ങൾ ഉളവാക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അധികൃതർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. ഇത് നിരവധി കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ക്വാർട്ടേഴ്സാണ്, പോലീസ് ക്വാർട്ടേഴ്സാണ്. ഇവിടെ ജനാലവാലികളൊക്കെ തന്നെ തുരുമ്പെടുത്തിട്ടാണുള്ളത്, കാട് മൂടിയിട്ടുമുണ്ട്. ഇതിലൂടെ പാമ്പ് മുതൽ അങ്ങോട്ടുള്ള ജീവികളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണ് അധികം ഇതിൽ താമസിക്കുന്നുള്ളതെന്നും വേണം വേണ്ടി കഴിയുന്നുണ്ട്. കാണുന്നില്ലേ, ഇതിലൊക്കെ പൈപ്പുകളും ഒക്കെ തന്നെ പൊട്ടിയ നിലയിലാണ് ഇതുള്ളത്. ഇവിടെയുള്ള ഈ കാട് മൂടിയ സ്ഥലങ്ങളിൽ നിന്ന് വീടുകളുണ്ട്. ഇതിൻ്റെ പരിസരത്തൊക്കെ ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇതിലേക്കൊക്കെ രാത്രി ഇഴജന്തുക്കൾ വരുന്നുണ്ടെന്നുള്ള പരാതിയും ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ താമസക്കാരുണ്ടെന്നാണ് പറയുന്നത്. നോക്കിയേ, ഇതൊക്കെ എന്താണ് സംഭവം? ഇതൊക്കെ തന്നെ അധികൃതർക്ക് വെട്ടിമാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. കാരണം രാത്രി കാലങ്ങളൊക്കെ ഇതിൽ കാൽനടയാത്രയായി പോകുമ്പോൾ ഇതിൽ നിന്ന് വിഷപ്പാമ്പുകളൊക്കെ തന്നെ സുഖവാസം കേന്ദ്രമായിട്ട് മാറുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. കാണുന്നില്ലേ, ഇതൊക്കെ പയ്യന്നൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഇതൊക്കെ ഉള്ളതെന്നുള്ളതൊരു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. എന്നെ കാണിച്ചോ. കുറച്ച് കിട്ടില്ല, 6-7 മിനിറ്റ്. ഒറ്റനോട്ടത്തിൽ ഭാർഗവി നിലയമാണോ എന്ന് തോന്നുന്ന വിധത്തിൽ പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സ് കാട് മൂടിയ നിലയിൽ. വർഷങ്ങളായി ഈ ക്വാർട്ടേഴ്സിന്റെ നില ഈ അവസ്ഥ തന്നെയാണ്. നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. പാമ്പുകൾ, മെരു തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ താവളം കൂടിയാണ് ഈ സ്ഥലം. സമീപവാസികൾക്കും ഇത് വലിയ രീതിയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നു. ഇതിന് എത്രയും വേഗം പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ഇടപെടണം. ക്യാമറാമാൻ നൗഫലിനൊപ്പം വിദ്യ പെരുവള്ളൂർ, തുരീയം ന്യൂസ്, പയ്യന്നൂർ.